ഹലോ, കുറേ ദിവസം കൊണ്ട് വീട്ടുകാരൊക്കെ പറയുമായിരുന്നു ചെങ്കല്ലിലൊന്ന് പോയാലോ എന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പോയാലോ. അങ്ങനെ നമ്മൾ ബസ്സിലാണ് പോയിരുന്നത്. പിന്നെ നെയ്യാറ്റിൻകര നേരെ ഇറങ്ങുകയാണ് ചെയ്തത്. ഇതാണ് നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡ്. അവിടെ നിന്ന് നമുക്ക് അടുത്ത് പോകാനുള്ള ബസ് കിട്ടി. അതിൽ കുറേ നേരം ഇരുന്ന് അത് കഴിഞ്ഞാണ് കുറച്ച് നേരം കഴിഞ്ഞാണ് ബസ് എടുത്തത്. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇറങ്ങാൻ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഇതാണ് ചെങ്കൽ മഹാദേവ ക്ഷേത്രം. അതിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇനി ഇത് മെയിൻ എൻട്രൻസ് ആണ്. നിങ്ങൾ ആരെങ്കിലും ഈ അമ്പലത്തിൽ വരുന്നവരാണെങ്കിൽ ഇതിനകത്ത് തന്നെ ഒരുപാട് പൂജാ സാധനങ്ങൾ വാങ്ങുന്ന കടകളുണ്ട്. അങ്ങനെ ഞങ്ങളും കുറച്ച് പൂജാ സാധനങ്ങളൊക്കെ വാങ്ങി ക്ഷേത്രത്തിൽ ദർശനത്തിനായി പോയിരുന്നു. ഇതുവഴിയാണ് അമ്പലത്തിനകത്തോട്ട് പോകേണ്ടത്. അമ്പലത്തിൽ പോകുന്നതിന് ഫ്രണ്ടിൽ തന്നെ ഒരു നന്ദികേശന് ഇരിപ്പുണ്ട്. അവിടെ കണ്ട് തൊഴുത് അകത്തോട്ട് നമ്മൾ പോയി അകത്തെ ദർശനമൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ പുറത്തിറങ്ങി നേരെ ശിവലിംഗത്തിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. പോയി തന്നെ കാണേണ്ട കാഴ്ചകളായിരുന്നു. നമുക്ക് ഇതിനകത്ത് ഫോണും വീഡിയോസൊന്നും അലൗഡ് അല്ല. അതുകൊണ്ട് ഫോണൊക്കെ പുറത്ത് കൊടുത്തിട്ട് വേണം നമുക്ക് അകത്ത് കയറാൻ. ഇതൊക്കെ പുറത്തെ കാഴ്ചകളാണ്. നമ്മൾ ശിവലിംഗത്തിനകത്തൊക്കെ കയറി അടിപൊളിയായിരുന്നു അവിടുത്തെ കാഴ്ചകളൊക്കെ. എൻ്റെ അഭിപ്രായത്തിൽ പോയില്ലെങ്കിൽ നഷ്ടമായിരുന്നു. എല്ലാവരും പോയി എക്സ്പീരിയൻസ് ചെയ്യണം. നല്ല അടിപൊളി ഒരു അമ്പലമാണ്. മഹാശിവലിംഗത്തിൽ കയറാൻ ഒരാൾക്ക് 200 രൂപയാണ് ടിക്കറ്റ് പ്രൈസ് വരുന്നത്. അടിപൊളി കാഴ്ചകൾ തന്നെയാണ്. 200 രൂപയ്ക്ക് എന്തുകൊണ്ടും വർത്താണ്. അപ്പോൾ എല്ലാവരും പോകണം. നമ്മൾ രാവിലെ ഇറങ്ങിയത് കാരണം എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ കയറി എല്ലാവരും ഫുഡ് കഴിച്ചു. ഇതായിരുന്നു റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട്. അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ പോകുന്നവരെല്ലാം ഇവിടെ കയറി ട്രൈ ചെയ്യുക. ഇനി നമ്മൾ നേരെ പോകുന്നത് ആഴിമല മഹാദേവ ക്ഷേത്രത്തിലോട്ടാണ്. ഓട്ടോയിലായിരുന്നു പോകുന്നത്. ഓട്ടോയിലെ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിലെത്തിയപ്പോൾ അവിടുത്തെ നട എന്തായാലും അടച്ചിരുന്നു. പിന്നെ നേരെ മെയിൻ അട്രാക്ഷനായ ശിവരൂപത്തിൻ്റെ അടുത്ത് പോയി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ കുറച്ച് നേരം നിന്ന് നേരെ ബീച്ചിലോട്ടാണ് പോയത്. ഇന്ന് ബീച്ചിലോട്ട് പോകാൻ നേരത്തെ അവിടെ ഹോർസ് റൈഡിങ്ങും ബൈക്ക് റൈഡിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നേരെ ബീച്ചിലോട്ടാണ് പോയത്. നമ്മൾ നേരെ കടലിലോട്ട് കളിക്കാനാണ് പോയത്. കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. കുറേ നേരം നിന്ന് കളിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ പോവുകയാണ്. ബൈ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.